LDF-ൽ നിന്നും വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിച്ചിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, നേതാക്കൾക്കിടയിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് CPM തേവലക്കര നോർത്ത് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി സമിതി മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായിരുന്ന ചവറ റൂറൽ വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റുമായ ശ്രീ വി അനിൽ ഇപ്പോൾ LDF വിട്ടുകൊണ്ട് BJP-യിൽ ചേർന്നിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ വി മുരളീധരനാണ് പാർട്ടി അംഗത്വം നൽകി ഇദ്ദേഹത്തെ BJP-യിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. ഇദ്ദേഹത്തെ കൂടാതെ തന്നെ മറ്റു പലരും ഇപ്പോൾ BJP-യിൽ എത്തിയിരിക്കുകയാണ്. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഇപ്പോൾ CPM LDF ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP-യിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പല പ്രവർത്തകരും പല ജില്ലകളിൽ നിന്നായി BJP-യിലേക്ക് കൂട്ടമായിട്ടുള്ള ഒരു ഒഴുക്ക് കാണപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും LDF-നെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ചില നേതാക്കളും ഒക്കെ തന്നെ പാർട്ടി വിട്ടുകൊണ്ട് BJP-യിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അത് LDF-നെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു കൊഴിച്ചിലൊക്കെ തന്നെയും ഏത് തരത്തിലായിരിക്കും ഇടതുപക്ഷം നേരിടാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൽ നിന്നുള്ള വലിയൊരു ഒഴുക്ക് പല തരത്തിൽ കാണപ്പെടുന്നത് അത് BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം ഗുണകരമാക്കി മാറ്റാനായിട്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ പ്രധാനപ്പെട്ട ചില നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരടക്കം പല ജില്ലകളിൽ നിന്നായി കൂട്ടമായിട്ടുള്ള ഒരു കുഴിച്ചിൽ ഈ പറയുന്ന രീതിയിൽ CPM-ൽ നിന്നും കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ സജീവ പ്രവർത്തകരുമടക്കം ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകരുമടക്കം ഒരുപാട് പേര് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് BJP-ക്ക് ഗുണകരമാക്കാനായിട്ട് സാധിക്കുമോ, അത് LDF-നെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ഉറപ്പായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്തായാലും BJP LDF UDF-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഭരണത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് കുറഞ്ഞു വേറെ ഒന്നും തന്നെയില്ല. കാരണം ഭരണം നിലനിർത്തുക എന്നത് തന്നെയാണ് LDF-നെ നിലവിലത്തെ സാഹചര്യത്തിൽ. അവർക്ക് വേറെ ഒന്നും തന്നെ നോക്കാനോ എടുക്കാനോ ഒന്നുമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കേരളത്തിൽ വലിയൊരു ശക്തിയായി മാറുക, സീറ്റുകൾ പരമാവധി 2021 അവർക്ക് ഒരു MLA സീറ്റ് നഷ്ടമായെങ്കിൽ ഇനി വരാൻ പോകുന്ന 2026 മാക്സിമം സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് BJP-യുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെല്ലാം തന്നെ. അതിൽ പെടുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിൽ നിന്നൊക്കെ തന്നെയുള്ള ഈ ഒരു കൂട്ടക്കൊഴിച്ചിൽ BJP-യിലേക്ക് വന്നെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കാം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ തന്നെ ഏത് തരത്തിൽ ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളതും അതോടൊപ്പം തന്നെ അത് ആർക്കൊക്കെ ഗുണകരമായി മാറുമെന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.